പോളിനോമിയൽ എന്ന വാക്കിൽ പോളി എന്ന വാക്കിൻ്റെ അർത്ഥം മെനി എന്നും നോമിയൽ എന്ന വാക്കിൻ്റെ അർത്ഥം ടേംസ് എന്നുമാണ്. പോളിനോമിയൽ എന്ന വാക്കിൽ പോളി എന്ന വാക്കിൻ്റെ അർത്ഥം മെനി എന്നും നോമിയൽ എന്ന വാക്കിൻ്റെ അർത്ഥം ടേംസ് എന്നുമാണ്. നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 എന്ന പോളിനോമിയൽ നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3. ഈ പോളിനോമിയലിൽ നമുക്ക് എക്സിന് വിലകൾ നൽകാം. എക്സ് ഈക്വൽ ടു 0 എന്നുള്ള വില കൊടുത്താൽ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ പി ഓഫ് 0 ഈക്വൽ ടു 2 × 0 + 3 എന്നായിട്ട് മാറും അല്ലേ? പി ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 എന്ന പോളിനോമിയലിൽ എക്സിന് പകരം 0 കൊടുക്കേണ്ട എന്ത് വരും? 2x + 3 എന്തായിട്ട് മാറും? 2 × 0 + 3. 2 × 0 എന്ന് വെച്ചാൽ 0 + 3. അപ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ 3 ആയിട്ട് മാറുന്നു. ഇനി 2x + 3യിൽ 1 എന്നുള്ള വാല്യൂ കൊടുത്താലോ എന്തെന്ന് കിട്ടുന്നു? പി ഓഫ് 1 ഈക്വൽ ടു 2 × 1 + 3 എന്ന് കിട്ടുന്നു അല്ലേ? 2x + 3യിൽ എക്സിൻ്റെ വാല്യൂ 1 എന്ന് കൊടുത്താൽ പി ഓഫ് 1 ഈക്വൽ ടു 2 × 1 + 3 എന്ന് കിട്ടുന്നു. എന്ന് വെച്ചാൽ 2 × 1 എത്രയാണ്? 2. 2 + 3 ഈക്വൽ ടു 5 എന്ന് കിട്ടുന്നു. നമ്മളിവിടെ പരിഗണിക്കുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 എന്ന പോളിനോമിയലാണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 എന്ന പോളിനോമിയലിൽ എക്സിന് 0 കൊടുത്താൽ 3 എന്ന വാല്യൂ കിട്ടുന്നു. എക്സിന് 1 എന്ന് കൊടുത്താൽ 2x + 3 എന്നുള്ളത് 5 ആയിട്ട് മാറുന്നു. ഇങ്ങനെ നമുക്ക് പോളിനോമിയൽ എടുത്തിട്ട് അതിന് വാല്യൂസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഏത് പോളിനോമിയലായാലും നമുക്ക് അതിന് വാല്യൂസ് കൊടുക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് മറ്റൊരു പോളിനോമിയൽ നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു x³ - 9x. പി ഓഫ് എക്സ് ഈക്വൽ ടു x³ - 9x. പി ഓഫ് എക്സ് ഈക്വൽ ടു x³ - 9x. ഇവിടെ എക്സിന് 1 കൊടുത്താലോ x³ - 9x എന്തായിട്ട് മാറുന്നു? പി ഓഫ് 1 ഈക്വൽ ടു 1³ - 9 × 1 എന്നായിട്ട് മാറുന്നു അല്ലേ? പി ഓഫ് എക്സ് ഈക്വൽ ടു x³ ആ പറയുന്നതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പി ഓഫ് എക്സ് ഈക്വൽ ടു x³ - 9x. പി ഓഫ് എക്സ് ഈക്വൽ ടു x³ - 9x. ഇതിൽ എക്സിൻ്റെ വാല്യൂ 1 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പി ഓഫ് എക്സ് എന്തായിട്ട് മാറുന്നു? 1³ - 9 × 1. 1³ - 9 × 1. 1³ എന്ന് വെച്ചാൽ എത്രയാണ്? 1 തന്നെയാണ്. 9 × 1 എന്ന് പറയുമ്പോൾ 9 കിട്ടും. അപ്പോൾ 1 - 9 എന്ന് കിട്ടുന്നു. 1 - 9 എന്ന് പറയുന്നത് -8 എന്ന് കിട്ടുന്നു. അതേപോലെ എക്സിൻ്റെ വാല്യൂ -1 എന്ന് കൊടുത്താലോ പി ഓഫ് എക്സ് ഈക്വൽ ടു x³ - 9xൻ്റെ വാല്യൂ എന്ത് കിട്ടുന്നു? 8 കിട്ടുന്നു. നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. പി ഓഫ് എക്സ് ഈക്വൽ ടു x³ - 9xൽ എക്സിൻ്റെ വാല്യൂ -1 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടുന്നു? -1 whole cube - 9 × -1. -1 whole cube - 9 × -1. -1 whole cube എന്ന് വെച്ചാൽ എത്രയാണ്? -1 ആണ്. -1 whole cube എന്ന് വെച്ചാൽ -1 ആണ്.
മൈനസ് 9 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ മൈനസും മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? പ്ലസ് കിട്ടുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? -1 + 9 എന്ന് വെച്ചാൽ 9 - 1 അതെന്താണ്? 8 ആണ്. അപ്പോൾ നമ്മളിവിടെ പരിഗണിക്കുന്നത് x³ - 9x എന്നുള്ള പോളിനോമിയലാണ്. അതിൽ 1 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ പോളിനോമിയലിൻ്റെ വാല്യൂ -8 ആയിട്ട് മാറുന്നു. എക്സിന് -1 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ പോളിനോമിയലിൻ്റെ വാല്യൂ 8 ആയിട്ട് മാറുന്നു. ഇനി നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് 2 എന്ന വാല്യൂ കൊടുത്താൽ വേറെ വ്യത്യസ്തമായ വാല്യൂ കിട്ടും അല്ലേ? x = 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടുന്നു നോക്കാം. x = 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ p(x)ൻ്റെ വാല്യൂ 2³ - 9 × 2 2³ - 9 × 2 എത്രയാണ്? 2³ എത്രയാണ്? 8 8 - 9 × 2 9 × 2 എത്രയാണ്? 18 8 - 18 എന്ന് വെച്ചാൽ എത്രയാണ്? -10 എന്ന വാല്യൂ കിട്ടുന്നു. p(x) = x³ - 9x എന്ന പോളിനോമിയലിൽ എക്സിൻ്റെ വാല്യൂ 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് -10 എന്നുള്ള വാല്യൂ കിട്ടുന്നു. എക്സിൻ്റെ വാല്യൂ -2 എന്ന് കൊടുത്താലോ പോളിനോമിയൽ എന്തായിട്ട് മാറുന്നു? 10 ആയിട്ട് മാറുന്നു. ചെയ്ത് നോക്കട്ടോ. എക്സിൻ്റെ വാല്യൂ -2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പോളിനോമിയലിൻ്റെ വാല്യൂ 10 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പരിഗണിക്കുന്ന പോളിനോമിയൽ ഏതാണ്? x³ - 9x x³ - 9x എന്ന വാല്യൂ എന്ന പോളിനോമിയലിൽ നമുക്ക് 1 -1 2 -2 എന്നിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസ് കൊടുക്കാനായിട്ട് സാധിക്കും. എക്സിന് 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ -8 എന്ന് കിട്ടുന്നു. എക്സിന് -1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ 8 എന്ന വാല്യൂ കിട്ടുന്നു. എക്സിന് 2 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ -10 എന്ന വാല്യൂ കിട്ടുന്നു. എക്സിന് -2 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ പോളിനോമിയലിന് 10 എന്ന വാല്യൂ കിട്ടുന്നു. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ 3 എന്ന് കൊടുത്താലോ? നമ്മളിവിടെ പരിഗണിക്കുന്ന പോളിനോമിയൽ ഏതാണ്? x³ - 9x. ഈ x³ - 9xൽ എക്സിൻ്റെ വാല്യൂ 3 എന്ന് കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? 3³ - 9 × 3 3³ അല്ലേ? x³ - 9xൽ എക്സിൻ്റെ വാല്യൂ 3 കൊടുക്കുമ്പോൾ 3³ - 9 × 3 എന്ന് കിട്ടുന്നു. 3³ എത്രയാണ്? 27 9 × 3 എത്രയാണ്? 27. അപ്പോൾ p(x) = x³ - 9x എന്നുള്ള പോളിനോമിയലിൽ എക്സിൻ്റെ വാല്യൂ 3 കൊടുക്കുമ്പോൾ 27 - 27 എന്ന് കിട്ടുന്നു. അപ്പോൾ എത്രയാണത്? 0. ഇത്രയും നേരം നമുക്ക് എത്രയാണ് വാല്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത്? 0 ആണോ കിട്ടിക്കൊണ്ടിരുന്നത്? അല്ല. എക്സിന് 1 എന്നുള്ള വാല്യൂ കൊടുത്തപ്പോൾ x³ - 9x എന്നുള്ള പോളിനോമിയലിൻ്റെ വാല്യൂ -8ഉം എക്സിന് -1 കൊടുത്തപ്പോൾ 8 എന്ന വാല്യൂവും എക്സിന് 2 എന്ന് കൊടുത്തപ്പോൾ പോളിനോമിയലിൻ്റെ വാല്യൂ -10ഉം എക്സിന് -2 കൊടുത്തപ്പോൾ പോളിനോമിയലിൻ്റെ വാല്യൂ 10ഉമായിട്ട് മാറി. എന്നാൽ എക്സിന് 3 കൊടുത്തപ്പോൾ 3 എന്ന വാല്യൂ കൊടുത്തപ്പോൾ p(x) = x³ - 9x എന്നുള്ള പോളിനോമിയൽ 0 ആയിട്ട് മാറി. 0. ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയാണ്. നമ്മൾ എടുക്കുന്ന പോളിനോമിയലിൽ ചില വാല്യൂസ് കൊടുക്കുമ്പോൾ ആ പോളിനോമിയൽ 0 ആയിട്ട് മാറുന്നു. ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂസ് കിട്ടും. നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും ആ പോളിനോമിയൽ കൊടുക്കാം. നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ
ആ പോളിനോമിയലിന് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. 0 എന്ന വാല്യൂ കൊടുക്കാം, -1 കൊടുക്കാം, +1 കൊടുക്കാം, -2 കൊടുക്കാം, +2 കൊടുക്കാം, 3 എന്ന വാല്യൂ കൊടുക്കാം. നമ്മളിവിടെ x³ - 9x എന്നുള്ള പോളിനോമിയൽ പരിഗണിച്ചപ്പോൾ 3 എന്ന വാല്യൂ കൊടുത്തപ്പോൾ അതിന് 0 കിട്ടി. ഇങ്ങനെ പോളിനോമിയലിൻ്റെ വാല്യൂ 0 കിട്ടുമ്പോൾ അതിനെ പോളിനോമിയലിൻ്റെ 0 എന്ന് വിളിക്കുന്നു. പോളിനോമിയലിൻ്റെ വാല്യൂ 0 കിട്ടുന്ന അവസരങ്ങളിൽ ഏത് വാല്യൂ കൊടുത്തപ്പോഴാണോ ആ പോളിനോമിയലിന് 0 കിട്ടിയത് ആ വാല്യൂവിനെ, ആ സംഖ്യയെ പോളിനോമിയലിൻ്റെ 0 എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 0 കിട്ടിയത് എപ്പോഴാണ്? p(x) = x³ - 9x എന്നുള്ള പോളിനോമിയലിൽ എക്സിൻ്റെ വാല്യൂ 3 കൊടുത്തപ്പോൾ നമുക്ക് ആ പോളിനോമിയൽ 0 ആയിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ 3 എന്ന വാല്യൂവിനെ ഈ പോളിനോമിയലിൻ്റെ x³ - 9x എന്നുള്ള പോളിനോമിയലിൻ്റെ 0 എന്ന് വിളിക്കുന്നു. x³ - 9x എന്നുള്ള പോളിനോമിയലാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. ഈ പോളിനോമിയൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? x³ - 9x അല്ലേ, x³ അല്ലേ. അവിടെ എക്സ്പൊണൻ്റ്, എക്സിൻ്റെ എക്സ്പൊണൻ്റ് എത്രയാണ്? 3 ആണ്. ഇത് ഒരു ക്യൂബിക് ഇക്വേഷനാണ്. എന്ത് ഇക്വേഷനാണ്? ക്യൂബിക് ഇക്വേഷനാണ്. അതുകൊണ്ട് ഇതിന് എത്ര വാല്യൂസ് ഉണ്ടായിരിക്കും? 3 വാല്യൂസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ 3 സീറോസ് ഉണ്ടായിരിക്കും. നമുക്ക് ഈ പോളിനോമിയലിൽ x³ - 9x എന്നുള്ള ഈ പോളിനോമിയലിൽ -3 എന്ന വാല്യൂ കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് 0 കിട്ടും. നോക്കിക്കോ, p(x) = x³ - 9x. അതിൽ -3 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ -3 whole cube -9 into -3. അപ്പോൾ -27 -27 എന്ന് കിട്ടുന്നു. x³ - 9x എന്നുള്ള വാല്യൂവിൽ നിങ്ങൾ പേപ്പറും പേന എടുത്തിട്ട് ചെയ്ത് നോക്ക്. p(x) = x³ - 9x. അതിൽ എക്സിൻ്റെ വാല്യൂ -3 എന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ എന്ത് കിട്ടുന്നു? -27. -3 whole cube എത്രയാണ്? -3 whole cube. -3 into -3 into -3. -3 whole cube എന്ന് വെച്ചാൽ -3 into -3 into -3. മൈനസും 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 കൂടി ഗുണിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ രണ്ട് മൈനസുകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ പ്ലസ് കിട്ടുന്നു. ആ പ്ലസും പിന്നീടുള്ള മൈനസും കൂടി ഗുണിക്കുമ്പോൾ മൈനസ് കിട്ടുന്നു. അതുപോലെ 3യും കൂടി ഗുണിക്കുമ്പോൾ 27 കിട്ടുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? -27. മൈനസ് അടുത്ത ടേം എന്താണ്? -9 into -3 അല്ലേ. ഏതാണ് പോളിനോമിയൽ? x³ - 9x. ആ -9xൽ -9 into -3 എന്ന് കൊടുക്കുമ്പോൾ +27 എന്ന് കിട്ടുന്നു. അപ്പോൾ p(x) = x³ - 9x എന്ന പോളിനോമിയലിൽ എക്സിൻ്റെ വാല്യൂ -3 കൊടുക്കുമ്പോൾ -27 + 27 = 0 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ -3 എന്നുള്ള വാല്യൂവിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഈ പോളിനോമിയലിൻ്റെ x³ - 9x എന്നുള്ള പോളിനോമിയലിൻ്റെ 0 എന്ന് വിളിക്കാം. അതേപോലെ നമുക്ക് ഒരു വാല്യൂ കൂടി കിട്ടും. നമുക്ക് എക്സിൻ്റെ വാല്യൂ 0 കൊടുത്ത് നോക്കാം. p(x) = x³ - 9xൽ എക്സിന് 0 കൊടുത്ത് നോക്കിയേ. ഫസ്റ്റത്തെ ടൈം ഏതാണ്? x³ അല്ലേ. അവിടെ 0 കൊടുക്കുമ്പോൾ 0³. അപ്പോൾ അത് 0 എന്ന് കിട്ടുന്നു. അടുത്ത ടൈം ഏതാണ്? -9x അല്ലേ. അവിടെ 0 കൊടുത്ത് നോക്കാം. അപ്പോൾ എന്ത് കിട്ടുന്നു? -9 into 0 0. ഏത് വാല്യൂവിനെയും 0 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 0 കിട്ടുന്നു.
ഏത് വാല്യൂവിനെയും 0 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 0 കിട്ടുന്നു. 1000 ഇൻറ്റു 0 0, 1000 അല്ല കേട്ടോ, 1000 ഇൻറ്റു 0 0, 10,000 ഇൻറ്റു 0 0, 10,000 ആണോ? 10,000 ഇൻറ്റു 0 10,000 ആണോ? അല്ല, 0 ആണ്. ഇവിടെ നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 9x എന്നുള്ള പോളിനോമിയലിൽ എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ ആ പോളിനോമിയലിൻ്റെ വാല്യൂ 0 എന്ന് കിട്ടുന്നു. അതുകൊണ്ട് 0യെയും 0നെ ഈ പോളിനോമിയലിൻ്റെ 0 എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ എത്ര സീറോസ് ഇവിടെ കിട്ടി? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 9x എന്നുള്ള ഈ പോളിനോമിയലിൽ 3 സീറോസ് ഉണ്ട്. -3 +3 0.